ഹായ് ഹലോ, ഇന്ന് നമുക്ക് പുതിയ കേക്ക് ലോഗ് കാണാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 1.5 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തലേന്നാണ് വീഡിയോ ചെയ്യണത്, പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്കാണല്ലോ. അപ്പോൾ ഈ ഒരു കേക്ക് 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 4 ലെയേഴ്സ് വെച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നോർമലി 1 kg ചെയ്യുമ്പോൾ 7 ഇഞ്ചിൽ 4 ലെയർ കേക്ക് വെച്ചാൽ 1 kg ആവും. 5 ഇഞ്ചിൽ 4 ലെയർ വെച്ച് കഴിഞ്ഞാൽ ½ kg ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ ടയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമർ നമുക്ക് തന്ന പിക്ക് ഒരു ടോൾ കേക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് നമുക്കൊരു 2 ടയർ കേക്ക് ആക്കിയിട്ട് 1.5 കിലോയിൽ ചെയ്ത് തരുമെന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അവർ നമുക്ക് മോഡൽ അയച്ചു തന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഈ ഒരു കേക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടേ. അപ്പോൾ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഈ ഒരു മിനി കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ മിനി കേക്കിൻ്റെ ഓർഡർ നമ്മൾ സിമ്പിളായിട്ട് അത് മാത്രമായിട്ട് സിംഗിളായിട്ട് ചെയ്യലില്ല, വർക്കിൻ്റെ കൂട്ടത്തിൽ ചെയ്യലുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞതുകൊണ്ട് പിന്നെയും ബേക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഓർഡർ എടുക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കസ്റ്റമർ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയും ഒരുപാട് അന്വേഷിച്ചും കിട്ടിയില്ല. അപ്പോൾ അവർ ലേറ്റ് ആയാലും കുഴപ്പമില്ല, അടുത്ത ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് നമുക്ക് തന്നിട്ടുള്ളത്. അതല്ലാതെ ഒറ്റക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒറ്റ ലെയർ കേക്കേ ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടുത്തെ ലഞ്ച് ബോക്സ് അങ്ങനെ ഒരുപാട് വീതിയുള്ള ഐറ്റം ഒന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 4 ഇഞ്ചാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു വീതി ഉള്ളിലത്തെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഏകദേശം അളവ് നോക്കിയിട്ട് എനിക്കിവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ ഏകദേശം സൈസാണ് കേട്ടോ ഞാൻ എടുക്കാറ്. അതിൻ്റെ കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ആ ബോക്സിലേക്ക് കറക്റ്റായിരിക്കും. കാരണം നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് ക്രീം വരുമ്പോൾ അത്യാവശ്യം കട്ടിക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു കേക്ക് അവർ കറക്റ്റ് ഫ്ലേവറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോർമൽ കേക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവർ പറഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ഓക്കെയാണ്, അവർക്ക് കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നമുക്ക് തന്ന മോഡൽ ഒരു അത്യാവശ്യം വലിയൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മോഡൽ ഈ ഒരു കുഞ്ഞി കേക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്രയും ചെറുതാണ്, അതിൽ ഇത്രയും ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനത് പറ്റില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നാൽ പിന്നെ അവർക്ക് എഴുതാനുള്ള കോട്ടും പിന്നെ ആ റെഡ് കളറിൽ കുറച്ച് ഹാർട്സ് വരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ രണ്ടും സ്ഥലത്ത് നിന്ന് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ആ ഒരു കേക്ക് അവർ വരുന്ന ടൈമിലാണ് ഞാൻ റെഡ് കളറിൽ അവരിതൊക്കെ എഴുതി കൊടുത്ത്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടില്ല, കാരണം രാവിലെ ഒരു 8:15 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട പ്രിൻ്റാണ് കേട്ടോ ഇത്. ഈ സൈഡിലുള്ള പിക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി വന്ന 3 ഐറ്റംസ് ഞാൻ എക്സ്ട്രാ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. എനിക്ക് ഇനി ഓർഡർ വരുമ്പോൾ ബാക്കിയുള്ള കേക്കിൽ വെച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ആവശ്യം ഒരു കേക്കിന് പ്രിൻ്റ് എടുത്താലും ബാക്കി സ്പേസ് ഒരുപാടുണ്ടാവും. നമുക്ക് ഏകദേശം അറിയാമല്ലോ ഏതൊക്കെ പ്രിൻ്റ് ആവശ്യം വരും എന്നുള്ളത്. അതിനനുസരിച്ച് ഞാൻ പ്രിൻ്റ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ തന്ന കേക്കിൽ തന്ന പിക്കിൽ ഈ ഒരു ഫോട്ടോസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് ആ ഒരു പിക്ക് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. നോർമലി നമ്മൾ സ്പൈഡർമാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിപ്പോൾ ഇതിലെല്ലാ ഐറ്റംസും ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് ഒരുപാട് സൈസൊന്നും ഇല്ലല്ലോ, 1.5 കിലോ, അധികം ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് കുറച്ച് ചെറിയ സൈസിലുള്ള പ്രിൻ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും മോൻ്റെ നെയിം കറക്റ്റായിട്ട് ബോർഡിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ വെക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പൈഡർമാൻ കേക്കിന് മാച്ചായിട്ട് റെഡ് കളർ ഫോണ്ടൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ റയാൻ ഷാസ് എന്നാണ് മോൻ്റെ നെയിം. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ അടുത്ത ദിവസമാണ് കേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് എപ്പോഴാണോ നമുക്ക് മഴ നിൽക്കുന്നത് ആ ഒരു ടൈമിൽ വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്തിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്നാണ് ഫോട്ടോ എടുക്കാറ്. അപ്പോൾ മഴ ആവുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കേക്കിൻ്റെ ഫോട്ടോസ് എടുക്കാതെ ഞാൻ കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ മഴയില്ലാത്തൊരു ടൈമായപ്പോൾ ഉച്ചക്കാണ് കേക്ക് വേണ്ടത്, ഒരു 2:30-3 മണി ടൈമിൽ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 12 മണിക്ക് തന്നെ കേക്ക് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ബോക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒന്നുകൂടെ എനിക്ക് ഈസി. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് ബോക്സാക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ കൊടുത്താൽ മതിയല്ലോ. ഇവിടെ അടുത്താണ് കേട്ടോ കേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരിട്ട് ഇക്കുവിൻ്റെ കൂടെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ 2 ബോക്സ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊരുപാട് ഹൈറ്റ് ഇല്ല കേട്ടോ. ബോക്സ് തമ്മിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്തായാലും കേക്കിൽ ടച്ച് ചെയ്യൂല.
2 kg കേക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സൈഡ് അതിൽ ടച്ച് ആവും. ഹൈറ്റ് ഉണ്ടല്ലോ, ഇതങ്ങനെ കാണാൻ അത്ര ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അവർ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വെയിറ്റിൽ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഈ ഒരു കേക്ക് നമ്മൾ ലിനുവിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ ഒരു കാരമൽ കേക്കാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനക്കിപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയപ്പോൾ ഏത് ഡിസൈനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു ആഷ് കളർ ഷർട്ടാണ് ഇടുന്നത്, അതിന് മാച്ചാക്കിയിട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആഷ് കളർ, എൻ്റെ കയ്യിലുള്ള ആഷ് കളർ ഇതാണല്ലോ, അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെയാണ് കേട്ടോ അവൾ കേക്ക് വാങ്ങാൻ വന്നപ്പോൾ ഈ ഒരു കളറല്ല, അവൻ്റെ ഡ്രസ്സ് വേറെ കളറായിരുന്നു. അപ്പോൾ ഞാൻ മോൻ്റെ നെയിം നമ്മൾ കറക്റ്റായിട്ട് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് റെഡ് കളറിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഡിസൈനൊന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലായിരുന്നു കേട്ടോ അവൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തെടുത്ത് കൊടുത്തു. ഇനി നമ്മൾ വളാഞ്ചേരി പോവാണ് അബിൻ്റെ സ്കൂളിലേക്കുള്ള ഐറ്റംസൊക്കെ മേടിക്കാൻ കേട്ടോ. അപ്പോൾ അവനക്ക് ബാഗും ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകിട്ടൊക്കെ മഴ ആയതുകൊണ്ട് നമുക്ക് പോക്ക് കുറേ ദിവസമായിട്ട് വിചാരിക്കണം, പിന്നെ അതങ്ങനെ മാറിപ്പോകും കേട്ടോ. ഓർഡേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച ടൈമിൽ പോയി പോരാൻ പറ്റണില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവൻ ഈ ബാഗ് അല്ല വേറെ മാറ്റി, ഇതിൽ നിന്ന് ഓരോ ബോക്സും പിന്നെ വേറൊരു ബാഗും ഉണ്ടാവും അവന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവനക്ക് അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. നമുക്ക് ഇഷ്ടമായ ബാഗൊന്നും അവനക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുറേ മോഡൽ അവനക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവനക്ക് ഇഷ്ടമായത് ഈ ഒരു ബാഗാണ്. എന്നാൽ പിന്നെ അതന്നെ അവനല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവന് പറഞ്ഞ 2 ഐറ്റംസും നമ്മളെടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെരുപ്പ് എടുക്കാൻ പോയിട്ടാണ്. അപ്പോൾ ചെരുപ്പും തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കണമെന്നും അവനക്ക് ഇഷ്ടാവില്ല. അതിൻ്റെ ഇടയിൽ അല്ലു ഇവിടെ വന്നിട്ട് അവൻ്റെ ഷൂ ഊരിയിട്ട് അവനെ അവിടുന്ന് റാക്കിൽ നിന്ന് ഓരോ ചെരുപ്പെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ചെരുപ്പെടുക്കാൻ വന്നതൊന്നുമല്ല, നമ്മൾ അബിക്കെടുക്കാനാണ് വന്നത്. പക്ഷേ അവന് അതൊക്കെ കണ്ടപ്പോഴേ അവൻ്റെയൊക്കെ ഊരിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അവനത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അവൻ അങ്ങനെയാണ്, ഞങ്ങൾ വീട്ടിലായാലും എല്ലാ ആൾക്കാരും ചെരുപ്പിട്ടിട്ട് അവൻ നടക്കും. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് ഷൂസ് സോക്സൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനങ്ങനെ ഓരോന്ന് ചെരുപ്പ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, മാറി ഇടുന്നുണ്ട്, തിരിച്ച് അതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വാശി പിടിക്കും പോരുമ്പോൾ എന്നുള്ളത്. അവൻ അതേപോലെ സെറ്റ് ചെയ്തിട്ട് ആ റാക്കിൽ തന്നെ വെച്ചിട്ട് എൻ്റെ കൂടെ പോരുക ചെയ്ത് കേട്ടോ. അപ്പോൾ പിന്നെ അവർ ഷോപ്പിലത്തെ ആൾക്കാരും അവനെടുത്തോട്ടെ, അവനക്ക് ഇഷ്ടമുള്ളത് അവന് വലിച്ചിട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അബി അവിടെ സെലക്ട് ചെയ്യുന്ന ടൈം കൊണ്ട് ഇവൻ റാക്കത്തെ എല്ലാം ഏകദേശം താഴെയിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ യൂണിഫോം മേടിക്കാനാണ് കേട്ടോ പോയത്. ഷോപ്പിൽ നമുക്ക് റെഡിമെയ്ഡ് അവൈലബിൾ ആണ്, പക്ഷേ അവനക്ക് റെഡിമെയ്ഡ് വേണ്ട. അപ്പോൾ അവനക്ക് ഫുൾ സ്ലീവൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ക്ലോത്ത് എടുത്ത് വന്നിട്ട് ഇവിടെ ടൈലർ ഷോപ്പിൽ കൊടുക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ അവന് സൈസൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഷോപ്പിൽ അടിക്കാൻ കൊടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.